കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ഗൂഢാലോചന ഉണ്ടായെന്ന സംശയം ഉന്നയിച്ച് നടനും ടി.വി.കെ അധ്യക്ഷനുമായ വിജയ് കരൂരിൽ മാത്രം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായതെന്ന് ചോദിച്ച വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ പ്രതികാരം ചെയ്യുകയാണ് എന്നും ആരോപിച്ചു. തന്നെ ഉന്നമിട്ടോളൂ, പക്ഷേ പ്രവർത്തകരെ വെറുതെ വിടണമെന്ന് വിജയ് അഭ്യർത്ഥിച്ചു. രാഷ്ട്രീയം ശക്തമായി തുടരുമെന്നും വിജയ് പറഞ്ഞു. இந்த பழி வாங்கணும் அப்படின்ற எண்ணம் ஏதாவது இருந்துச்சுன்னா என்ன வேணாலும் பண்ணுங்க, அவங்க மேலே கை வைக்காதீங்க. കരൂർ ദുരന്തമുണ്ടായി 3-ാം ദിവസമാണ് ടി.വി.കെ അധ്യക്ഷൻ കൂടിയായ വിജയുടെ പ്രതികരണം പുറത്തുവരുന്നത്. ദുരന്തത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അപകടത്തിന് ശേഷം ടി.വി.കെ പ്രവർത്തകരെ സർക്കാർ ലക്ഷ്യമിടുകയാണെന്നുമാണ് വീഡിയോ സന്ദേശത്തിലെ ആരോപണം. ടി.വി.കെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നെ ഉന്നം വെച്ചോളൂ, എന്റെ ആളുകളുടെ ദേഹത്ത് തുടരുത്. ജനങ്ങളെല്ലാം കാണുന്നുണ്ട്, സത്യം ഉറപ്പായും പുറത്തുവരും. ഇങ്ങനെയൊരു സാഹചര്യം ജീവിതത്തിൽ മുൻപുണ്ടായിട്ടില്ല. എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ആളുകൾ റാലിക്കെത്തിയത്. ഹൃദയം നുറുങ്ങുന്ന വേദനയിലാണ് ഇപ്പോഴുമെന്നും വിജയ് പറഞ്ഞു. ജനങ്ങളുടെ സ്നേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. மக்கள் பார்க்க வராங்க, அதுக்கு ஒரே ஒரு காரணம் தான் அவங்க என் மேலே வச்சிருக்கிற அன்பும் பாசம். அந்த அன்புக்கும் பாசத்துக்கும் நான் எப்பவும் கடமைப்பட்டிருக்கிறேன். ഉടൻ കരൂരിലെത്തി ജനങ്ങളെ കാണുമെന്നും രാഷ്ട്രീയം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമെന്നും വിജയ് വ്യക്തമാക്കി. എന്നാൽ വിജയുടെ ആരോപണം തള്ളി തമിഴ്നാട് സർക്കാർ രംഗത്തെത്തി. വിജയെ കാണാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകൾ എത്തിയതാണ് ദുരന്തത്തിന് കാരണമായതെന്നാണ് DMK സർക്കാരിന്റെ വാദം. പരിപാടിക്കിടെ വൈദ്യുതി വിച്ഛേദിച്ചെന്ന ആരോപണം അധികൃതർ തള്ളി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.